ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കെ, ഇന്നത്തെ ഗൈഡൻസ്, അതായത് യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ഇന്ന് കാർഡ്സ് നിങ്ങളോട് എന്താ പറയുന്ന, കാർഡ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ്? ലെറ്റ്സ് സീ വാട്ട് ഡു യു നീഡ് ടു ഹിയർ ടുഡേ. ഇന്ന് നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ് കാർഡ്സ് എന്താണ് പറയുന്നത്? 3 of Wands, ചില കാർഡ്സ്. ഓക്കെ, സ്ട്രെങ്ത്, കാർഡ് കിങ് ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, ഇവിടെ നിങ്ങളോട് കാർഡ്സ് പറയുന്നത് സോറി 8 of Cups കഴിഞ്ഞിട്ട് ഓവറോൾ എനർജി ഒരു വാക്കിംഗ് അവേ വരുന്നുണ്ട്. ഓവറോൾ, അതായത് നിങ്ങൾ എന്തോ പിന്നിൽ ഉപേക്ഷിക്കുന്നതായിട്ട് എനിക്കൊരു ഇത് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ചില സ്വപ്നങ്ങളായിരിക്കാം, ചില ആഗ്രഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഒരു ജോലി വിട്ടുമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കാം. ഒരു അഗൈൻ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്, സോറി, അത് ചെയ്തിട്ടും ശരിയാവുന്നില്ല. സോ മേ ബി നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം എന്ന രീതിയിൽ ചിലപ്പോൾ ഉപേക്ഷിക്കാൻ ഒരു മനസ്സ്, അങ്ങനെ ആയിരിക്കാം. ചില സ്ഥലങ്ങൾ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നു, അവിടെ നിന്നൊന്ന് മാറാൻ ശ്രമിക്കുന്നതായിരിക്കാം. സോ അങ്ങനെ ഒരു വാക്കിംഗ് അവേ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ചിലത് നിങ്ങൾ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്ന പോലെ. എനിക്ക് ഇവിടെ 3 of Wands ഉണ്ട്. സോ നിങ്ങൾ ഐ തിങ്ക് ഒരു ഫ്യൂച്ചറിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. മേ ബി ഇപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ അതെവിടെയോ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല. നിങ്ങൾക്കൊരു മനസ്സിൽ ഒരു തൃപ്തിയില്ല എന്ന് പറയില്ലേ, ആ തൃപ്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ മേ ബി നിങ്ങൾക്ക് മുന്നോട്ട് വേറെന്തോ നിങ്ങൾ അന്വേഷിച്ച് പോകുന്ന പോലെയാണ്. സോ അഗൈൻ ഇവിടെ 3 of Wands നമ്മുടെ ഫ്യൂച്ചർ എന്ന രീതിക്ക് എനിക്ക് കാണുന്നു. നിങ്ങളൊരു ഫ്യൂച്ചറിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ഉള്ളത് വെച്ച് നിന്നാൽ പോരാ, ഓക്കെ, കുറച്ചുകൂടി വേറെ എന്തെങ്കിലും ശ്രമിക്കണം, വേറെ എന്തെങ്കിലും ചെയ്യണം, എനിക്ക് വേറെ എന്തെങ്കിലും ആണ് വേണ്ടത് എന്ന രീതിക്ക് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഓക്കെ എല്ലാം ഏർണിംഗ് ഒക്കെ ഉണ്ടാവും. മേ ബി ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസ് ഒക്കെ ഉണ്ട്. സോ മേ ബി ഏർണിംഗ് ഉണ്ടാവും, പക്ഷേ എവിടെയോ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല. അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന പോലെ, ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കാം. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറിയിട്ട് വേറെ പുതിയ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു. വേറെ ബന്ധത്തിലേക്ക് എന്നല്ല, ഒരു ബന്ധത്തിൽ തന്നെ ഒരു മാറ്റം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ജോലിയിൽ, കരിയറിൽ നിങ്ങൾ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഫീൽ ചെയ്യുന്നത്. ഒരു സ്ഥലം, ഓക്കെ, കുറച്ച് പേർക്കും ഈവൻ ഒരു സ്ഥലം നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. വീട്, സ്ഥലം, സിറ്റി മാറാൻ, അല്ലെങ്കിൽ പുറത്തേക്ക് എവിടെയെങ്കിലും പോകാൻ, അങ്ങനെ പലതും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇവിടെ അതിനു വേണ്ടിയുള്ള പ്ലാനിങ് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുകയാണ്, ലൈക്ക് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എനിക്ക് വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ, മാറാൻ പറ്റുമോ, അതിനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുന്ന പോലെ കാണുന്നുണ്ട്. ആൻഡ് ആക്ച്വലി യൂണിവേഴ്സ് പറയുന്ന നിങ്ങളോട് കുറച്ച് ക്ഷമയോടെ ഇരിക്കൂ, കാര്യങ്ങൾ നടക്കും എന്ന രീതിക്കാണ്. ഓക്കെ, ഇവിടെ സ്ട്രെങ്ത് പറയുമ്പോൾ നമ്മൾ ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒന്ന് നമ്മൾ ഇന്നർ സ്ട്രെങ്ത് കൊണ്ടുവരണം. നമ്മൾ പ്രതീക്ഷകൾ കൈവിടരുത്, നമ്മൾ എന്താ പറയുക, ശ്രമം വിടരുത് എന്ന രീതിക്കാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളൊന്ന് ക്ഷമയോടെ കാര്യങ്ങൾ വീണ്ടും പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നാണ്. ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ വരുന്ന ഒരു സ്ട്രെങ്ത്, കറേജ്, ധൈര്യം, അതിൻ്റെയൊക്കെയാണ്. എന്ന് മാത്രമല്ല ഈവൻ നമ്മൾ ഫിസിക്കൽ സ്ട്രെങ്ത് കൂടി, നമ്മുടെ ബോഡി, ആരോഗ്യം എല്ലാം, ഓക്കെ, അതിൻ്റെയുമാണ് പറയുന്നത്. കുറച്ച് ക്ഷമ എന്നുകൂടിയാണ് പറയുന്നത്. നിങ്ങളോട് പറയുന്ന എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിനെ ഒന്ന് ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു കിങ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. സോ ഇവിടെ ഗ്രോത്ത് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കരിയറിൽ ഗ്രോത്ത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒക്കെ ആണെങ്കിലും ശരി, ഒരു ബെറ്റർമെൻറ്റ്, കുറച്ചുകൂടി നിങ്ങൾ സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ. നിങ്ങളുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും ശരി, നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസ്, അതായത് നിങ്ങൾ ഫൈനാൻഷ്യലി ആണെങ്കിലും എല്ലാം നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു കാര്യങ്ങൾ നിങ്ങൾ നടക്കും. എല്ലാം നിങ്ങൾക്ക് അബണ്ടൻ്റ് ആയിട്ട് വരുന്ന പോലെയാണ് കിട്ടുന്നത്. കിങ് ഓഫ് പെന്റക്കിൾസ് വരുമ്പോൾ ശരിക്കും നമ്മളൊരു അച്ഛൻ്റെ പോലെ, അല്ലെങ്കിൽ ഈവൻ അമ്മയായാലും ഓക്കെ, നമ്മളൊരു ഏർണിങ്, നമുക്ക് വരുമാനം നല്ല രീതിക്ക് വരിക, ഫൈനാൻസ് നല്ല രീതിക്ക് പോവുക, കരിയർ നല്ല രീതിക്ക് പോവുക. ആൻഡ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുടുംബം നടത്താൻ, നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ, എല്ലാത്തിനും ആവശ്യമായ ഫൈനാൻസ് എല്ലാം ഉണ്ടാവും എന്ന രീതിക്കാണ്. സോ ഇവിടെ ഐ തിങ്ക്, പക്ഷേ മേ ബി നിങ്ങൾ ഇനി വിട്ടു പോകേണ്ടതുണ്ടാവാം. ഓക്കെ, മേ ബി ഒന്ന് വിട്ട് മാറേണ്ട ചില കാര്യങ്ങൾ വിട്ട് കളയേണ്ടതുണ്ടാവും. മേ ബി നിങ്ങളുടെ ശീലങ്ങളായിരിക്കാം, ഓക്കെ, ചിന്തകളായിരിക്കാം, പലതും ഉണ്ടാവും. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ അങ്ങനെ ചിന്തിക്കൂ. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഐ തിങ്ക് എവിടെയോ
നിങ്ങൾ ചിലത് പിന്നിൽ ഉപേക്ഷിക്കണം എന്നാണ് കാണുന്നത്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ മുന്നോട്ടൊരു ഗ്രോത്ത് നിങ്ങൾക്ക് കാണുള്ളൂ. ഓക്കെ, ഇവിടെ 3 of Wands പറയുമ്പോൾ നമ്മൾ പ്ലാനിങ്, ഫ്യൂച്ചർ പ്ലാനിങ് എന്ന രീതിക്കും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നാണ് പറയുക. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്ന രീതിക്കൊക്കെയാണ് പറയുക. സോ ഇവിടെ നിങ്ങൾക്കെല്ലാം വരും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം കുറച്ചുകൂടി നിങ്ങൾ ഗ്രോത്ത് ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് അതിന് വേണ്ടി പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണമെന്നും ആയിരിക്കും. നമ്മൾ വളരെ ചുരുക്കി പറഞ്ഞാൽ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കാര്യത്തിൽ തന്നെ ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, ഞാനിപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം പറയാം. എനിക്ക് ഞാനൊന്ന് കുറച്ച് യോഗ ചെയ്യണം, അല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ച് കെയർ ചെയ്യണം എന്നൊക്കെ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ എന്താ, നമുക്കതിന് വേണ്ടിയിട്ട് മാക്സിമം നമ്മുടെ എഫേർട്ട് ചെയ്യണം, അല്ലേ? അതായത് അതിന് വേണ്ടി സമയം കൊടുക്കണം. ഞാനെന്താ മടി പിടിച്ചിരിക്കുക, അത് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴും ഞാൻ തന്നെ മടിച്ച് പിന്നോട്ട് മാറണം. സോ എൻ്റെ മടി ഞാൻ ഉപേക്ഷിക്കണം. കറക്റ്റ് അല്ലേ? സോ അതുപോലെ ഉറക്കമല്ല കേട്ടോ, എനിക്ക് ഉറക്കം പ്രശ്നമല്ല, പക്ഷെ എനിക്ക് മടി ലൈക്ക് ആ തുടക്കത്തിൻ്റെ ഒരു ഇതാണ് തോന്നുന്നു. അത് കഴിഞ്ഞാൽ ശരിയായിക്കോളും. പക്ഷെ ആദ്യത്തെ ആ ഒരു തുടക്കം കിട്ടാൻ കുറച്ച് ഞാനിങ്ങനെ മടി പിടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കുള്ള ഉപദേശമായിട്ട് ഞാൻ എടുക്കുന്നു. എനിക്ക് മാറ്റണം, മാറുമെന്നൊന്നും ഉറപ്പില്ല, പക്ഷെ ഉണ്ട്, ഉപദേശം വരുന്നുണ്ട് ഇവിടെ, അല്ലേ? അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളും ആയിരിക്കാം എന്ന് പറയുകയാണ് ഞാൻ. വലിയ കാര്യങ്ങളും ആവാം. ലൈഫിൽ ചിലത് നമ്മൾ പിന്നിൽ ഉപേക്ഷിച്ച് കളയണം എന്നാണ്. ചില ശീലങ്ങൾ, നമ്മുടെ ചില സ്വഭാവങ്ങൾ, ചില നമുക്ക് നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് വിട്ട് കളയേണ്ടി വരും. അപ്പോഴാണ് പക്ഷേ ഫ്യൂച്ചറിലേക്ക് ഗ്രോത്ത് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നു. ഓക്കെ, ലെറ്റ്സ് ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസ് കാർഡ്സിൽ എന്താ വരുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ഗൈഡൻസിൽ അപ്രീസിയേഷൻ ആൻഡ് 5th ചക്ര, ആർക്കേഞ്ചൽ ഗബ്രിയൽ. ഓക്കെ, ആൻഡ് വൺ മോർ ലാസ്റ്റ് പ്ലീസ്. അറ്റാച്ച്മെൻറ്റ്. ആൻഡ് ജേർണി. ഞാൻ എന്താ പറഞ്ഞത്, യാത്ര, മാറ്റം, അല്ലേ? ഇതൊക്കെയാണ് യൂണിവേഴ്സ് തരുന്നത്. നമുക്ക് കൺഫർമേഷൻ തരുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. നമ്മൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലേ? അതാണ് മെയിനായിട്ട്. ഓക്കെ, ഇവിടെ അഗെയിൻ സെയിം തിങ്. ഓക്കെ, ചിലത് നിങ്ങൾ വിട്ട് കളയണം. അതിപ്പോൾ അറ്റാച്ച്മെൻറ്റ്സ് ആയിരിക്കാം. ഓക്കെ, അറ്റാച്ച്മെൻറ്റ്സ് വിട്ട് കളയുക എന്ന രീതിക്കായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഇവിടെ ഒരു എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം പറയാം. നിങ്ങളൊരു കാര്യം ചെയ്തിട്ട് 3 of Wands നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ പ്ലാനിങ്, ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, പക്ഷെ എന്താണ്, അതിൻ്റെ റിസൾട്ടിനോട് നമുക്ക് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും. അതിൻ്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കും, അല്ലേ? നമ്മളൊരു പ്രതീക്ഷ വെക്കും. ദാറ്റ് ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു റിസൾട്ട് എന്ന രീതിക്ക് നമ്മളൊരു പ്രതീക്ഷ വെച്ചിട്ട് നിൽക്കുമ്പോൾ അവിടെ നമുക്ക് ചില സമയത്ത് ഡിസപ്പോയിൻമെൻറ്റ് വരും. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ വന്നില്ലെങ്കിൽ നമുക്കതൊരു വിഷമമായിട്ട് മാറും എപ്പോഴും. ഓക്കെ, സോ എപ്പോഴും ഞാനിവിടെ ഭഗവത്ഗീത ബുക്ക് വെക്കണം എന്ന് ഞാൻ വിചാരിച്ചാണ്, പക്ഷെ ഞാൻ വെച്ചില്ല. ഓക്കെ, ബട്ട് ഇപ്പം അതിൻ്റെ കൂട്ട് തന്നെ ഇവിടെ എൻ്റെ മനസ്സിൽ വരികയും ചെയ്തു. സോ എല്ലാം കണക്റ്റഡ് ആണ് കണ്ടോ. യൂണിവേഴ്സിൽ നമ്മൾ പല കാര്യങ്ങളും ശരിക്കും നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ മുമ്പിൽ വരുന്നതും ഒക്കെ എവിടേക്കോ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ് വന്നത്. ഭഗവത്ഗീതയിൽ ഏറ്റവും കൂടുതൽ പറയുന്ന അറ്റാച്ച്മെൻറ്റ് ഉപേക്ഷിക്കാനാണ്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യാം, ഓക്കെ, പക്ഷെ അതിൻ്റെ ഫലത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത് എന്നുള്ളതാണ്. അതാണ് പറയുന്ന അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത്. ഒന്നിനോടും അറ്റാച്ച്മെൻറ്റ് വെക്കാതിരിക്കുക എന്ന് പറയും. ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പറയുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, പക്ഷേ ചെയ്തെടുക്കാൻ നല്ല പണി തന്നെയാണ്. ഓക്കെ, നല്ല മെനക്കെടാണ്, അത്ര എളുപ്പത്തിലൊന്നും പറ്റില്ല. സോ ഈവൻ ഇവിടെ ഞാൻ വിട്ടുപോകുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞത്, അങ്ങനെ അത്ര എളുപ്പത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ വിട്ട് കളയാൻ പറ്റില്ല. ഓക്കെ, നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. നമ്മുടെ അതിൻ്റെ റിസൾട്ടിനോട് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് ആഗ്രഹിക്കും, നമ്മൾ ഇച്ഛിക്കും അങ്ങനെ. ഓക്കെ, പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് അത് പ്രവൃത്തിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നിങ്ങൾ ജയിച്ചു. ഓക്കെ, ശരിക്കും നിങ്ങൾ ജീവിതത്തെ ജയിച്ചു എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്തും ചെയ്യാം. ഓക്കെ, ചെയ്തിട്ട് എന്ത് നമുക്ക് കിട്ടിയാലും അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. ഓക്കെ, അതിപ്പോൾ എത്ര ചെറുതായാലും ശരി, എത്ര വലുതായാലും ശരി. ഓക്കെ, നമ്മൾ പക്ഷെ ശ്രമിക്കാനുള്ളത് നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ട് എന്ത് വരുന്നു എന്ന് നിങ്ങൾ ഒരു അറ്റാച്ച്മെൻറ്റ്, ആ റിസൾട്ടിനോടുള്ള അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ വെക്കേണ്ട. ഞാനൊരു ജോലി ചെയ്തു, ആ ജോലിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് മറ്റേത് കിട്ടണം, ഞാനതിൽ അങ്ങനെ ഉള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് വെക്കാതിരിക്കുക. ഞാൻ ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്, എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഞാൻ ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് അത് ഭഗവാൻ നിശ്ചയിക്കട്ടെ, ദൈവം നിശ്ചയിക്കട്ടെ. ഓക്കെ, അങ്ങനെ വിചാരിച്ച് വിട്ടേക്കുക. എനിക്ക് ഇടാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മളും നമ്മുടെ എഫേർട്ട് കുറഞ്ഞു വരും. ഇപ്പോൾ സപ്പോസ് ആ റിസൾട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിലോ നമ്മുടെ എഫേർട്ട് കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ പരസ്പരം അതൊക്കെ കണക്റ്റഡ് ആണ്, അത് മനസ്സിലാക്കാം. ആൻഡ് ഇതുപോലെ ഇപ്പോൾ ബന്ധങ്ങളിൽ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മളൊരു പേഴ്സണോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവരോടൊരു ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നമ്മൾ അങ്ങോട്ട് കെയർ കൊടുത്ത് നിൽക്കുന്നു, നമ്മളെന്താ തിരിച്ച് അതേപോലെ അവർ നമ്മളോട് പെരുമാറണം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വയ്ക്കും നമ്മൾ. ഓക്കെ, അവിടെ ആ അറ്റാച്ച്മെൻറ്റ്
ആ ഒരു അറ്റാച്ച്മെൻറ്റ് ടു ദ റിസൾട്ട്, പേഴ്സൺ മാത്രമല്ല, പേഴ്സണിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഒരു ഭാഗത്ത്, പ്ലസ് ആ പേഴ്സൺ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നോട്, ഞാൻ ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ അവരെന്നോട് ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ടും സ്നേഹം കിട്ടണം. അങ്ങനെയൊക്കെയുള്ള കുറേ കണ്ടീഷൻസ് വരും നമ്മുടെ, ആ എക്സ്പെക്റ്റേഷൻസ് വരും നമ്മുടെ. ആൻഡ് ആ എക്സ്പെക്റ്റേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും നമുക്കൊരു ചെറിയ മാറ്റം മതി, വലുതൊന്നുമല്ല, ചെറിയൊരു മാറ്റം കണ്ടാൽ പോലും അവിടെ നമ്മൾ തകർന്നു പോകും അല്ലേ. സോ അതുകൊണ്ടാണ് ഈ അറ്റാച്ച്മെൻറ്റ്സ് വേണ്ട എന്ന് പറയുന്നത്. ഓക്കെ, സോറി, ഞാൻ ഭഗവത്ഗീത ഉപദേശിക്കുന്നല്ല കേട്ടോ, ഇതൊക്കെ ലൈഫിൽ പാലിക്കാൻ പറ്റിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പറ്റുന്നവർ ശ്രമിക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ട്, നല്ല റിസൾട്ട് നിങ്ങൾക്ക് വരും. മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടും. നിങ്ങളെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം നല്ല രീതിക്ക് എഫേർട്ട് ഇട്ട് ചെയ്യുന്നോ അത്രത്തോളം അത് മറ്റുള്ളവർ കാണും, നിങ്ങൾക്ക് അതിനുള്ള അപ്രീസിയേഷൻ കിട്ടുകയും ചെയ്യും. ആൻഡ് ഫിഫ്ത്ത് ചക്ര ആർക്കേഞ്ചൽ ഗബ്രിയേൽ പറയുന്നത്, ഫിഫ്ത്ത് ചക്ര നമ്മുടെ ത്രോട്ട് ചക്രയാണ്. സോ എവിടെയോ നിങ്ങൾക്ക് ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആക്കാനുണ്ട്. അതായത് നിങ്ങൾ കാര്യങ്ങൾ ചിലപ്പോൾ തുറന്ന് പറയുന്നുണ്ടാവില്ല, വേണ്ടവിടെ നിങ്ങൾ പറയുന്നില്ല, അല്ലെങ്കിൽ വേറൊരു കാര്യം, മനസ്സിലുള്ളത് നിങ്ങൾ തുറന്നു പറയുന്നില്ല എന്ന രീതിക്കും ആവാം. എനിക്ക് ചിലപ്പോൾ നിങ്ങൾ ചില വിഷമങ്ങൾ, വേദനകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് അവിടെ ചിലപ്പോൾ തുറന്ന് എക്സ്പ്രസ് ചെയ്യില്ല, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ പറയുന്നത് തന്നെ ചിലപ്പോൾ നിങ്ങളൊരു ദേഷ്യത്തിൽ പറഞ്ഞു പോവുക. ഓക്കെ, അത് പല കാര്യങ്ങളും ഉണ്ട്. ഈ ത്രോട്ട് ചക്രയെ കുറിച്ച് നിങ്ങൾക്ക് പറ്റിയാവുന്ന വായിക്കുക, കേൾക്കുക, ചെയ്ത് നോക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയേണ്ട രീതിയുണ്ട്. ഓക്കെ, എന്ന് മാത്രമല്ല മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കാൻ പാടില്ല, അങ്ങനെയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ എവിടെയോ നിങ്ങളുടെ ത്രോട്ട് ചക്ര ആക്ടിവേഷൻ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങൾ കുറച്ചുകൂടി തുറന്ന് പറയാനൊക്കെ തുടങ്ങും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കുന്ന പോലെ. ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുക, ഈവൻ നല്ല രീതിക്ക് പറയുക എന്ന അങ്ങനെ ഒരു ചില മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാനുണ്ട്. ത്രോട്ട് ചക്രയാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഐ തിങ്ക് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട കാര്യം. ഓക്കെ, സോ എൻ്റെ ഇവിടെ ജേർണി അഗൈൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്തോ വിട്ട് മാറാൻ, ഒന്നുമില്ലെങ്കിൽ ശരിക്കും ജോലിക്ക് വേണ്ടി തന്നെ ചിലപ്പോൾ നിങ്ങൾ മാറിപ്പോകുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൻ്റെ ജേർണി എന്ന രീതിക്ക് എടുത്തോളൂ. പക്ഷേ ലൈഫ് ജേർണി നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി കിങ് ഓഫ് പെന്റിക്കിൾസ് നമ്മുടെ ഫസ്റ്റ് വന്നിരുന്നു അല്ലേ. സോ നിങ്ങൾക്കൊരു അബണ്ടൻസിലേക്കാണ് പോകുന്നത്, നിങ്ങൾ അങ്ങോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മേ ബി ആ റിസൾട്ട് എന്താവും എന്നുള്ള പ്രതീക്ഷ വിട്ട് കളയാം. മേ ബി അതായിരിക്കാം നിങ്ങളുടെ മെസ്സേജ് ഇന്നത്തെ. ഓക്കെ, ലീവ് ദ അറ്റാച്ച്മെൻറ്റ്സ്. ഞാൻ ഭഗവത്ഗീത വയ്ക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു, ആൻഡ് ആ ഒരു മെസ്സേജ് വരികയും ചെയ്തു. സോ മേ ബി ഇതായിരിക്കാം എന്ന് നിങ്ങൾ കേൾക്കാനുള്ള മെസ്സേജ്. ഓക്കെ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരാളെ സ്നേഹിക്കുന്ന കാര്യത്തിലായാലും ഒരു ജോലിയിലായാലും ശരി. ഓക്കെ, നിങ്ങൾക്ക് അങ്ങോട്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക എന്ന് വെച്ചിട്ട് നിങ്ങളെ അഗൈൻ ഇവിടെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിൽക്കാനും പാടില്ല. അത് എത്ര സ്നേഹമുള്ള സ്ഥലമായാലും ശരി, എത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഇതായാലും ശരി. ഓക്കെ, അവിടെ നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് വിട്ടുമാറി പോവും വേണ്ടി വരും. സോ അങ്ങനെ നിങ്ങൾ ആലോചിച്ച് ചെയ്യുക കാര്യങ്ങൾ. അറ്റാച്ച്മെൻറ്റ്സ് ഇല്ലാതിരിക്കുക. ഫൽക്കി ഇച്ഛാ മത് കറോ, എന്താ കർമ്മ കർത്തേ രഹോ, ഫൽക്കി ഇച്ഛാ മത് കറോ. ഓക്കെ, എന്നെ എല്ലാവരും കൂടി എടുത്തിട്ട് ദേഷ്യപ്പെട്ടത് എന്നോട്. ഓക്കെ, എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.